ഈ ഒരു വാഹനം തന്നെ ആയിരിക്കാം നമുക്ക് ടൊയോട്ടയുടെ ഫസ്റ്റ് EV എന്നുള്ള രീതിയിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. 500 കിലോമീറ്റർ റേഞ്ച് ഈ ഒരു വണ്ടിക്ക് കിട്ടുമെന്നുള്ളതാണ്. ഹായ് നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യലായിട്ടൊരു വണ്ടി നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ മാരുതിയുടെ ഒരു പുതിയ വണ്ടി ഈ വിത്താര ലോഞ്ച് ചെയ്തിരുന്നു. ആ വണ്ടി തന്നെയാണ് ഈ സൈഡിൽ നോക്കുന്നത്. ആക്ച്വലി നമ്മുടെ ഈ വിത്താര അല്ല, ഇത് അർബൻ BV കൺസെപ്റ്റ് വെഹിക്കിൾ എന്ന് വെച്ചാൽ ടൊയോട്ട വെർഷനാണ് ഈ കാണുന്നത് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ആൾറെഡി വിത്താരയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഒരു സ്പെക്ക് പറയുകയാണെങ്കിൽ 500 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച് എന്നുള്ളതാണ്. 2 ബാറ്ററി പാക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് ഇതിനകത്ത് 49 കിലോമീറ്റർ അതുപോലെ 61 കിലോമീറ്റർ 2 ബാറ്ററി പാക്കേജാണ്. 500 കിലോമീറ്റർ റേഞ്ച് ഈ ഒരു വണ്ടിക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇത് കൺസെപ്റ്റ് വെഹിക്കിളാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നതെങ്കിലും ഇതിൽ ചെറിയ വ്യത്യാസത്തിൽ മാത്രം നമുക്ക് മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നതിന് വേണ്ടിയാണ്. സൈഡിലൊന്നും വലിയ ഡിസൈൻസ് ചേഞ്ച് വരാൻ സാധ്യതയില്ല. 2700 വീൽ ബേസ് ഉണ്ട്, 4 മീറ്ററിലധികം നീളമുണ്ട്, ഒരു ഹ്യൂജ് ലുക്ക്, ഒരു ബൾക്കി ലുക്ക് വാഹനത്തിന് ത്രൂ ഔട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ വിത്താരയായിട്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു നല്ല സിമിലാരിറ്റി ഉണ്ട്. പക്ഷേ ഫ്രണ്ടിലും ബാക്കിലുമാണ് ആ ഒരു ഡിഫറൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. വീൽ സൈസ് നമുക്കറിയാമല്ലോ, ഇതിനകത്ത് വരുന്നത് നമുക്ക് ഏകദേശം 18 ഇഞ്ച് വീൽസാണ്, അലോ വീൽസാണ് വരുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ എനിക്കൊന്ന് ഈ വിത്താരയെ കാട്ടി കുറച്ചുകൂടെ സ്റ്റൈലിഷ് ഡിസൈനാണ് നമ്മുടെ അർബൻ BV കൺസെപ്റ്റ് വെഹിക്കിളിൽ വന്നിരിക്കുന്നതെന്ന് പറയാം. ടെയിൽ ലാമ്പൊക്കെ വളരെ മനോഹരം കണക്ട് ടെയിൽ ലാമ്പാണ്. നമ്മുടെ ഈ വിത്താരയിലും കണക്ട് ടെയിൽ ലാമ്പാണ്, എങ്കിലും ആ ഒരു കണക്ഷൻ ഇല്ല, ഒരു ലൈറ്റ് കണക്ഷൻ ഇല്ല എന്ന് പറയാം. അതുപോലെ ബമ്പർ സൈഡും വലിയ ഡിഫറൻസ് പറയാനില്ല. ആ ഒരു സിമിലാരിറ്റി ഇവിടെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഹ്യൂജ് ബമ്പർ, അത് ഡിസൈൻ വൈസ് ഒരു സൈഡിൻ്റെ എലമെൻറ്റിനെയൊക്കെ വളരെ മാച്ച് ചെയ്ത് തന്നെയാണ് ഈ ഒരു റിയർ എലമെൻറ്റും വരുന്നതെന്ന് പറയാം. അതുപോലെ ക്ലാഡിങ് പോർഷൻ ത്രൂ ഔട്ട് ആ ഒരു ജൈജാൻറ്റിക് ലുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാറ്ററി ചാർജിങ് പോർഷൻ താട്ട് ഇവിടെ ആയിട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പം നിലവിൽ കാണാൻ സാധിക്കില്ല, എങ്കിലും നമുക്ക് ഏകദേശം ഒരു ടൊയോട്ട വെർഷനിലുള്ള ഇൻറ്റീരിയർ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. മറ്റുള്ള വാഹനങ്ങളായിട്ട് തീർച്ചയായിട്ടും ഒരു സിമിലാരിറ്റി തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ ഒരുപാട് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ്, അഡാസുള്ള ഫീച്ചേഴ്സ് വാഹനത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ്. കാരണം ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് ആ ടോപ്പിൽ അഡാസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്യാമറ യൂണിറ്റാണ്, റഡാർ യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ അവിടെ കാണാം. അതുപോലെ എനിക്കൊന്ന് മാരുതി വെർഷനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ ലുക്ക് ഈവൻ ഫ്രണ്ടിലും റിയറിലും തരുന്നത് ഈ ഒരു അർബൻ BV തന്നെയാണ് എന്ന് തന്നെ പറയാം. കാരണം ഹെഡ്ലാമ്പ് വളരെ മനോഹരമായിട്ട് തന്നെ ഒരു 2 കണ്ണ് പോലെ തോന്നുന്നുണ്ട് കറക്റ്റായിട്ട് നോക്കുമ്പോൾ. പ്രൊജക്ടർ LED ആണ്, അതിന് മേളിൽ DRL പല സ്ട്രിപ്പിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 സൈഡിലും എയർ കട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സൊക്കെ അടിപൊളിയായിട്ട്. അതുപോലെ ഇതൊരു മാറ്റ് ഫിനിഷിലാണ് വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. മാരുതിയിൽ നമുക്ക് മാറ്റ് ഫിനിഷ് അവൈലബിൾ ആണ്. അതുപോലെ ഫ്രണ്ടിലെ ഈ ക്ലാഡിങ്സ് എല്ലാം വന്നിരിക്കുന്നത് ഒരു പിയാനോ ഗ്ലോസി ഫിനിഷ്, അത് അതിൻ്റെ ലുക്ക് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്തെന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഓൾമോസ്റ്റ് ഒരു 7ഓളം എയർ ബാഗ് വരാനാണ് ചാൻസ്. അതുപോലെ അഡാസിൻ്റെ ലെവൽ 2 ഫംഗ്ഷൻ ഇതിനകത്തുണ്ടാവും. പിന്നെ ഓൾ വീൽ ഡിസ്ക് ബ്രേക്കാണ്, നമുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മൾട്ടി ലിങ്ക് സസ്പെൻഷൻ ആയിരിക്കും, അത് കാണാൻ സാധിക്കുന്നെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് അത് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കാം. അതുപോലെ 3 ഡ്രൈവ് മോഡ്സ് ഉണ്ടാവും വാഹനത്തിൽ. പുതിയ സ്റ്റിയറിംഗ് വീല്, ആംബിയൻ ലൈറ്റിങ്, ഹെർമൻ്റെ മ്യൂസിക് സിസ്റ്റം, അതിന് പറഞ്ഞാൽ ചിലപ്പോൾ മ്യൂസിക് സിസ്റ്റം ചിലപ്പോൾ ഒന്ന് മാറാനുള്ള ചാൻസ് ഉണ്ട്, വളരെ കുറവാണ്. അതുപോലെ സീറ്റിലേക്ക് വരികയാണെങ്കിൽ 10-way ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റും അതുപോലെ വെന്റിലേറ്റഡ് സീറ്റ്സും ആയിരിക്കും നമുക്ക് ഫ്രണ്ടിൽ കാണാൻ സാധിക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു വാഹനം തന്നെ ആയിരിക്കാം നമുക്ക് ടൊയോട്ടയുടെ ഫസ്റ്റ് EV എന്നുള്ള രീതിയിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് വണ്ടി ഇവിടെ തന്നെ ഒരു പ്രൊഡക്ഷൻ ലൈൻ അല്ല, ഇത് ഒരു കൺസെപ്റ്റ് വെർഷനായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ മേ ബി ദിസ് വിൽ ബി ദ പ്രൊഡക്ഷൻ ലൈൻ വെഹിക്കിൾ.